ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെന്നൈയിലെ മലയാളി മാർഗഴി മഹോത്സവത്തിൻ്റെ കാഴ്ചകളാണ്. ഇപ്പോൾ ഇവിടെ ശിലാ സന്തോഷ് അദ്ദേഹത്തിൻ്റെ മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കാണിക്കുന്നുണ്ട്, നിങ്ങൾക്കായി പങ്കുവെക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഇപ്പം നമ്മുടെ കുട്ടികൾ, എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഏറ്റവും യൂസ്ഫുൾ ആവുന്ന കുട്ടികൾക്കാണ്. അപ്പോൾ അത്രത്തോളം അറിവാണ് ഈ മ്യൂസിയത്തിലൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് കാഴ്ചകളിലൂടെ മനസ്സിലാക്കുന്നത്. നമുക്ക് അത്തരം വീഡിയോ കണ്ടു നോക്കാം, അദ്ദേഹത്തിൻ്റെ പ്രദർശനം നമുക്കിവിടെ കണ്ടു നോക്കാം. അതിനു മുമ്പ് അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നമുക്ക് കേട്ടു നോക്കാം. നമസ്കാരം, ഞാൻ ശിലാ സന്തോഷ്. മലയാളി മാർഗഴി മഹോത്സവത്തിൻ്റെ ഒരു വലിയ പരിപാടിയിൽ കേരളത്തിൽ നിന്ന് എനിക്കിവിടെ പുരാവസ്തുക്കൾ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമാണ്. സുരേഷ് സാറാണ് എന്നെ വീട്ടിൽ വന്ന് കണ്ട് ഈ മ്യൂസിയം ഇവിടെ കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. കൂടാതെ ഇവിടുത്തെ ഓരോ പ്രവർത്തകരും വളരെ നല്ല രീതിയിലാണ് നമ്മളോട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ എല്ലാം, ഇപ്പം നമ്മുടെ മ്യൂസിയം മാത്രമല്ല, ഇവിടെ എല്ലാം മലയാളം മറക്കാതിരിക്കാൻ വേണ്ടിയുള്ള നല്ല ഷോകളും അതുപോലെ തന്നെ നല്ല പരമ്പരാഗതമായിട്ടുള്ള നല്ല പരിപാടികളാണ് ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പുള്ളുവൻപാട്ട്, അതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ അന്യം നിന്നുകൊണ്ടിരിക്കുന്ന പുള്ളുവൻപാട്ട് വരെയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ മലയാളികളായിട്ടുള്ള ചെന്നൈയിലുള്ള ആൾക്കാർക്ക് നമ്മുടെ മ്യൂസിയത്തിൻ്റെ ഒത്തിരി ഭാഗങ്ങൾ ഇവിടെ വന്ന് കാണാനുള്ളൊരു വലിയ സ്ഥലം നമുക്ക് ഒരുക്കി തന്നതാണ് മാർഗഴി മഹോത്സവത്തിൻ്റെ വലിയൊരു ഞങ്ങൾക്ക് ചെയ്ത ഒരു വലിയ സന്തോഷം. അപ്പോൾ എല്ലാവർക്കും, കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം വന്ന് കാണുന്ന രീതിയിലാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 10 ലക്ഷം കോടിയുടെ ഒറ്റ നോട്ട് നമുക്ക് കാണാനായിട്ട് ഇവിടെ വരാൻ പറ്റും. 1000 കോടിയുടെ നോട്ട്, 10 ലക്ഷത്തിൻ്റെ നാണയം, അതുപോലെ തന്നെ കായംകുളം വാള്, പല്ലവ വാള്, അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കളക്ഷനാണ് നമ്മളിവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. കൂടാതെ അത് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ എല്ലാവർക്കും നല്ല രീതിയിൽ അത് കണ്ട് മനസ്സിലാക്കി പോകാൻ പറ്റും. ഏകദേശം ഒരു 2-3 മണിക്കൂർ തന്നെ കാണാനുണ്ട്. കൂടാതെ 100 വർഷം കാർട്ടൂണായി. അപ്പോൾ ആ കാർട്ടൂണിൻ്റെ തന്നെ പ്രദർശനങ്ങൾ, കുട്ടി സാറിൻ്റെയും ശങ്കർ സാറിൻ്റെയും ടോം സാറിൻ്റെയും അതുപോലെ തന്നെ ജിതേഷ് ജിയുടെയും ഒക്കെ കാർട്ടൂണുകൾ ഇവിടെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അവർ വരച്ച ഒറിജിനൽ കാർട്ടൂണുകൾ, അതെല്ലാം അന്യം നിന്ന് പോവുകയാണ് കാർട്ടൂണുകളെല്ലാം. ആ കാർട്ടൂണുകളെല്ലാം നമ്മൾ വീണ്ടും ഒന്നുകൂടെ നമ്മൾ പ്രദർശിപ്പിച്ച ആൾക്കാരെല്ലാം മനസ്സിലെത്തിക്കുകയാണ്. കൂടാതെ മോഹൻ മണിമല എന്ന് പറയുന്ന വലിയൊരു കലാകാരൻ, മനോരമ വരയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ പടമുണ്ട്, സുരേഷ് കുമാറിൻ്റെ പടമുണ്ട്. അങ്ങനെ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷത്തോടെ എല്ലാവർക്കും വന്ന് കാണുന്ന ഒരു നഷ്ടമല്ലാത്ത രീതിയിൽ തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ബാക്കി കാഴ്ചകൾ, നമുക്ക് മ്യൂസിയത്തിന് ഉള്ളിൽ പോയി നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിനി കാണാൻ പോകുന്നത് അനാമോർഫിക് പെയിൻറ്റിംഗ് എന്ന് പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഡാവിഞ്ചി കോഡ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളൊരു എഴുത്താണ് സാധാരണ ഡാവിഞ്ചി കോഡ്. ഇത് നമ്മൾ പിക്ചറാക്കിയിരിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഈ പടം കണ്ടാൽ സാധാരണ ഒന്നുമില്ല. ഈ പടത്തിൽ ഒരു സ്വസ്തിയും ഒരു കലവും എല്ലയും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതിനകത്തൊരു കോഡ്, ഒരു പടം അടങ്ങിയുണ്ട്. ആ പടം കാണാനായിട്ട് നമുക്ക് ഇതേപോലൊരു സ്റ്റീൽ ദണ്ട് വെക്കണം. ഇതിന് ഉള്ളിൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ കാണുന്ന ഒരു ഗണപതിയുടെ ചിത്രമാണ്. ഈ ഗണപതിയുടെ ചിത്രമാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഈ പടമാണ് ഇവിടെ തെളിഞ്ഞിരിക്കുന്നത്. ഇത് വേൾഡിലിപ്പം അങ്ങനെ ആരും ചെയ്യുന്നില്ല. വിൽസൺ പല്ലിശ്ശേരി എന്ന് പറയുന്ന തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള എൻ്റെ ഒരു ജ്യേഷ്ഠനാണ് ഇത് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു പടമാണ്. പ്രധാനപ്പെട്ടതെന്ന് പറയാൻ പറ്റത്തില്ല, അതിലും വലിയൊരു സംഭവമാണ്. കാരണം ഇതിനെ വരയ്ക്കാൻ ഒത്തിരി പാടുള്ളൊരു പടമാണ്. ഒടിയൻ്റെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഇത്ര എന്തോ ചെയ്തിട്ടുണ്ട്. മോഹൻലാൽ ലാലേട്ടൻ്റെ ഒടിയൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ ഇതിൻ്റെ കോണ് പോലുള്ളൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. അത് ഒടിയൻ വരികയും ചെയ്യും, മോഹൻലാലിൻ്റെ മുഖം അതിനകത്ത് തെളിയും. അത് വളരെ ഒരു പ്രയാസപ്പെട്ടൊരു വർക്കാണ്. അതിൻ്റെ പടം ഇവിടെ കൊണ്ടുവന്നിട്ട് ലാലേട്ടന് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. ഇത് ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന മുരുകൻ ആറന്മുള എന്ന് പറയുന്ന ഒരു കലാകാരനാണ്. എൻ്റെ ജ്യേഷ്ഠനാണ്. ഞങ്ങൾ ആറന്മുള എന്ന് പറയുന്ന കുടുംബത്തിൽപ്പെട്ടതാണ്. ഇപ്പോൾ ആറന്മുള കണ്ണാടി ഉണ്ടാക്കുന്ന ലോകത്തിലെ ഏറ്റവും ചെറിയ ആറന്മുള കണ്ണാടിയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിന് റെക്കോർഡ് കിട്ടിയതാണ് ഈ കണ്ണാടി. കൂടാതെ വലിയ കണ്ണാടികൾ ഒത്തിരിയുണ്ട്. ചെന്നൈ ഈ ഒരു പ്രോഗ്രാം മാർഗഴി മഹോത്സവത്തിന് വേണ്ടി ഇവിടെയുള്ള ആൾക്കാരെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മൾ ആറന്മുള കണ്ണാടി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തുള്ള ആൾക്കാർക്കെല്ലാം ഇതിൻ്റെ പ്രത്യേകതകൾ, ആറന്മുള കണ്ണാടി എന്താണ്, അല്ലെങ്കിൽ സാധാ കണ്ണാടി ആറന്മുള കണ്ണാടി തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ആറന്മുള കണ്ണാടി ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ചെറിയ കണ്ണാടി തൊട്ട് ഏകദേശം ഏറ്റവും വലിയ കണ്ണാടി വരെ നമ്മുടെ കയ്യിലുണ്ട്. ഇതിൻ്റെ ഒത്തിരി പ്രത്യേകതകളുണ്ട്. അതെല്ലാം ഇവിടെയുള്ള ആൾക്കാരെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആറന്മുള കണ്ണാടിയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ലോക നിർമ്മിതമാണ് ഈ കണ്ണാടി. ഈ കണ്ണാടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ചെമ്പും വെളുത്തിയും ചേർത്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ സാധാരണ കണ്ണാടി എന്ന് പറഞ്ഞാൽ മെർക്കുറി, ഗ്ലാസ്സിൽ മെർക്കുറി കോട്ട് ചെയ്തിട്ടാണ് കണ്ണാടി ഉപയോഗിക്കുന്നത്. ആ കണ്ണാടിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന് യഥാർത്ഥമായിട്ട് മുഖം കാണാൻ പറ്റും ഈ കണ്ണാടിയിൽ. മറ്റേ കണ്ണാടി എന്ന് പറഞ്ഞാൽ സഞ്ചരിച്ചിട്ടാണ് കാണുന്നത്. കാരണം ഗ്ലാസ്സിന് ബാക്കിലാണ് മെർക്കുറി കോട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് സഞ്ചരിച്ചിട്ടാണ് കാണുന്നത്. ഈ കണ്ണാടി തമ്മിലുള്ള വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഒറ്റ കാര്യത്തിലാണ്. ഇതേപോലൊരു കാർഡ് എന്തെങ്കിലും സാധനം എടുത്തിട്ട് ഈ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ഗ്യാപ്പ് ഉണ്ടാവത്തില്ല.
കാരണം ഈ ഗ്യാപ്പ് ഉണ്ടാവാത്തതുകൊണ്ടാണ് ഇത് ഒറിജിനൽ കണ്ണാടി എന്നും പെട്ടെന്ന് മുഖം കാണാൻ പറ്റുന്നതും അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇത് ഈ രീതിയിലാണ് കണ്ണാടിയിൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. സാധാരണ മെർക്കുറി കണ്ണാടിയിൽ നമ്മൾ ഇതുപോലെ കാർഡ് എന്ത് സാധനം വെച്ചാലും ഗ്യാപ്പ് ഉണ്ടാവും. ഗ്ലാസിന്റെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കണ്ണാടിയുടെ കാണാൻ പറ്റുന്നത്. ലോകത്ത് ഒറിജിനലായിട്ട് മുഖം കാണാൻ പറ്റുന്ന ഒരു പിന്നെ വസ്തു ആറന്മുള കണ്ണാടിയാണ്. സാധാരണ കണ്ണാടി നോക്കിക്കഴിഞ്ഞാൽ 10 കണ്ണാടി നോക്കാൻ 10 മുഖമായിരിക്കും. ഇത് 100 കണ്ണാടി നോക്കിയാൽ ഒരേ മുഖം തന്നെ കണ്ണാടി ഉണ്ടാക്കുന്നുള്ളൂ. ലോകത്തിന്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള ആൾക്കാർ ഇന്ത്യയിലോട്ട് വരുമ്പം ഇവിടെ കൊടുക്കുന്നത് ഈ കണ്ണാടിയാണ്. ക്യൂബയിലെ ഫിനാൻസ് മിനിസ്റ്ററായിട്ട് ചെഗുവേര 1 മാസമാണ് നിന്നിട്ടുള്ളത്. അദ്ദേഹം സൈൻ ചെയ്ത നോട്ടാണ് ചെഗുവേര സൈൻ ചെയ്ത നോട്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിൽ തന്നെ ഇത് വളരെ അപൂർവമായിട്ട് നമ്മുടെ ശിലാ മ്യൂസിയത്തിലാണ് ഇതുള്ളത്. കാരണം 1 മാസം ഉള്ളതുകൊണ്ട് വളരെ കുറവ് നോട്ടുകൾ മാത്രമേ ഇത് പിന്നെ ഇറക്കിയിട്ടുള്ളൂ. അതിലൊരു നോട്ടാണ്, ഏറ്റവും റെയറാണ്. അപ്പോൾ അങ്ങനെയുള്ള നോട്ടിൽപ്പെട്ട ലോകത്തിലെ ഏറ്റവും ചെറിയ പുസ്തകമാണ്, കണ്ണുകൊണ്ട് വായിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പുസ്തകം. ഇത് ഹിന്നസ് സത്താർ എന്ന് പറയുന്ന തൃശ്ശൂർക്കാരനാണ് ഇത് ചെയ്തിരിക്കുന്നത്. 65 പേജുണ്ട്, 65 കവിതകൾ, 65 ഭാഷ. അങ്ങനെ ഏറ്റവും ചെറിയ പുസ്തകം നിർമ്മിച്ച് ഹിന്നസ് റെക്കോർഡ് നേടിയ പുസ്തകമാണ് ഇത്. നമ്മുടെ ശിലാ മ്യൂസിയത്തിലാണ് ഇത് തന്നിരിക്കുന്നത്. അതൊരു തിയറി മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ, പക്ഷേ ഇതല്ല. ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് യഥാർത്ഥമായിട്ട് ബുദ്ധി വളരുന്നത്. പഴയ കാലത്ത് ഇത് നമുക്കൊരു കുറ്റം ചെയ്തത് നമ്മളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ ഏടാ കൂടെ സെറ്റ് ചെയ്താൽ ആ പിന്നെ തൂക്കിക്കൊല്ലുന്നതിന് ഒഴിവാക്കിയിട്ട് ചെറിയ ശിക്ഷ കൊടുക്കുമായിരുന്നു. കാരണം ബുദ്ധിയുള്ള ആൾക്കാരെ തൂക്കിക്കൊല്ലുണ്ടായിരുന്നു എന്ന് പറയുന്നത്. എല്ലാ വലിയ കൊട്ടാരങ്ങളിലും എല്ലാ സ്ഥലത്തും ഈ ഇതുപോലുള്ള ഏടാകൂടങ്ങൾ ഉണ്ടായിരുന്നു. അത് കാരണം ബുദ്ധി വളരാൻ വേണ്ടിയായിരുന്നു ഇത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ അഴിച്ചിടുമ്പോൾ ഇങ്ങനെ 6 പീസാണ്. ഇത് നിങ്ങൾക്ക് ശ്രമിക്കാം സെറ്റ് ചെയ്യാൻ. വെറുതെ ഒരു അരമണിക്കൂറോ അല്ല 10 മിനിറ്റെങ്കിലും ഇതിന് സമയം കളഞ്ഞിട്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ ഒരു സുഖം. അല്ലാതെ നമ്മൾ പെട്ടെന്ന് കാണിച്ചിട്ട് അത് ഒറിജിനൽ തേങ്ങ. ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ ചർക്ക. അതിന്റെ ഏറ്റവും ചെറുത് വർക്കിംഗ് കണ്ടീഷൻ കറക്കാൻ പറ്റും. ഒരു 3 മാസത്തേക്കുള്ളിൽ എടുത്ത് ഇത് ചെയ്യാൻ. പ്രത്യേകത ഉണ്ട്. ഇതൊരു ഏടാകൂടം. ഇത് ഇതുപോലെ തന്നെ റീസെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ എല്ലാ സംഭവത്തിലും ഓരോ പ്രത്യേകതകൾ കാണും. ഇത് ബുദ്ധനാഥ് എന്ന ഇതിന്റെ പേര്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇത് മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ടിബറ്റിലാണ് ഇപ്പോഴും ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബുദ്ധസന്യാസിമാർ നടന്നു പോകുന്ന സമയത്ത് ഒരു പ്രദേശത്ത് നിന്ന് ഒരു പ്രദേശത്തോട്ടാണ് പോകുന്നത്. അപ്പോൾ ഒരാളിങ്ങനെ ചെയ്തുകൊണ്ട് പോകും, ബാക്കിലുള്ള ആൾക്കാരെല്ലാം നടന്നു വരും. അപ്പം ആ പ്രദേശത്തുള്ള ആൾക്കാർക്കെല്ലാം അറിയാൻ പറ്റും ഇതിങ്ങനെ ബുദ്ധമതക്കാരിങ്ങനെ നടന്നു പോകുന്നത് അറിയാൻ പറ്റും. കൂടാതെ മെഡിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഒരാൾ ഇത് ചെയ്യുമ്പം നമ്മൾ കുറേ പേര് ഇരുന്നുകൊണ്ട് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. ഒരു 2 മിനിറ്റ് ഇത് കേട്ടോണ്ട് കണ്ണടച്ചിരിക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ ലോകത്ത് എത്തുന്ന പോലെ തന്നെ തോന്നും. ആ രീതിയിലാണ് 7 കൂട്ടാണ് ഈ മെറ്റിൽ. 7 കൂട്ടുള്ള മെറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് വേൾഡിലെ ആദ്യത്തെ സ്റ്റാമ്പാണ്. പെനിബ്ലാക്ക് എന്ന് പറയും. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാമ്പ് വളരെ കുറവായിട്ടേ ഇറങ്ങിയിട്ടുള്ളൂ. അത് കൂടാതെ തന്നെ ഈ സ്റ്റാമ്പ് ഇന്ത്യയിൽ തന്നെ കുറച്ചേ ഉള്ളൂ. അതിൽ അപൂർവങ്ങളായിട്ടാണ് നമ്മുടെ മ്യൂസിയത്തിലുള്ളത്. കൂടാതെ ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റാമ്പാണിത്. ഇതും വളരെ കുറവായിട്ടേ ഉള്ളായിരുന്നു. അങ്ങനെ ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റാമ്പ്. ഇതാണ് ആദ്യകാലത്തെ ലോട്ടറി. 1967 ആദ്യമായിട്ട് ലോട്ടറി ഇറങ്ങി. 1 രൂപ നോട്ട് കൊടുത്താൽ 1 ലക്ഷം കൂടെ പോരുമെന്ന് പറയുന്ന പിന്നെ അടൂർ ഫാസിയുടെ പാട്ടൊക്കെ ഈ ലോട്ടറിയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു കാലഘട്ടത്തിൽ കേരളീയരെല്ലാം വളരെ സമ്മാനമായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിന്ന ഒരു ലോട്ടറിയിലെ ആദ്യ ലോട്ടറി ആയിരുന്നു. ലോകത്തിലെ ആദ്യത്തെ നോട്ട് നമ്മുടെ ഇന്ത്യൻ മ്യൂസിയങ്ങളിൽ വളരെ റയറാണ് ഈ നോട്ട്. ഇതിന് വാട്ടർമാർക്ക് മാത്രമാണ് പ്രത്യേകത. 1791 തൊട്ട് 93 വരെ ഈ നോട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. വളരെ റയറായിട്ടൊരു നോട്ടായിരുന്നു. അതിൽപ്പെട്ട ഒരു നോട്ടാണ്. മനോരമയുടെ ആദ്യ പത്രമാണ്. ഇതൊരു വലിയ അത്ഭുതമാണ്. 1890 മനോരമ ആദ്യമായിട്ട് ഇറക്കിയ പുസ്തകം 1 ലക്കം 1
ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള ഒരു പത്രമാണ്. ഇതിലെ വാർത്തകളെല്ലാം വളരെ അപൂർവമായിട്ട് വായിക്കാവുന്ന വാർത്തകളാണ്. നമ്മൾ സംസാരിക്കുന്ന രീതിയിലാണ് ഇതിനകത്തുള്ള എഴുത്തുകൾ. ഇതിനകത്തൊരു എഴുത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇംഗ്ലീഷും കണക്കും കൂട്ടാനായിട്ട് വേലക്കാരെ ആവശ്യമുണ്ട്. അങ്ങനെയാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്. അപ്പം വളരെ പച്ചയായിട്ടുള്ള മലയാളത്തിലാണ് എഴുതിയിരിക്കുന്നത്. ഒരു പ്രത്യേകതയുണ്ട്. ഈദിൻ അമീൻ എന്ന് പറയുന്ന ഒരാളാണ്. ഇദ്ദേഹമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നൊടുക്കിയത്. സ്വന്തം കൈകൊണ്ട് ഏറ്റവും കൂടുതൽ ആൾക്കാരെ കൊന്നൊടുക്കിയ ഒരാളിൻ്റെ നോട്ടാണ്. ഉഗാണ്ടയിലാണ് ഈ സംഭവം നടന്നത്. അവിടെ ഇന്ത്യൻ വംശകരായിരുന്നു അവിടെ കച്ചവടം ചെയ്തുകൊണ്ടിരുന്നത്. ഇദ്ദേഹം പറഞ്ഞു 2 മാസം കൊണ്ട് അവിടെ ഒഴിയണമെന്ന്. പെട്ടെന്ന് ആൾക്കാരെല്ലാം ഒഴിഞ്ഞു. അങ്ങനെ അവിടെയുള്ള കച്ചവടങ്ങളും എല്ലാം നശിപ്പിച്ച ഒരു ഭരണാധികാരിയാണ് ഇദ്ദേഹം. ഒരു കാലഘട്ടത്തിൽ നമ്മൾ മംഗളവും മനോരമയും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വലിയ സംഭവമായിരുന്നു. ആ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ആ ഒരു മാസികയിൽ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ആളാണ് സുരേഷ് കുമാർ. അദ്ദേഹത്തിൻ്റെ വരയാണ് ഈ മംഗളത്തിലൊക്കെ വരച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒറിജിനൽ പിക്ചറുകളാണ് മംഗളത്തിലെ നമ്മൾ കാണുന്നത്. അതെ, മംഗളം വാരികയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിക്ചറുകൾ. ഇതിൻ്റെ ഒറിജിനൽ ആയതല്ല. ഇത് ജിതേഷ് ജി എന്ന് പറയും. ഇദ്ദേഹത്തിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് കൊണ്ട് 50 പടം വരച്ച് ഗിന്നസ് റെക്കോർഡ് മേടിച്ച വ്യക്തിയാണ്. മാർഗഴി മഹോത്സവത്തിന് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ ഷോ ഇവിടെ ഉണ്ടായിരുന്നു. 28 വർഷത്തിന് മുമ്പ് സ്റ്റേജിൽ വരയരങ്ങ് എന്ന് പറഞ്ഞൊരു പടം വരയ്ക്കുന്നത് വേദിയിൽ ആദ്യമായിട്ട് ആവിഷ്കരിച്ച ഇദ്ദേഹമാണ്. അത് കൂടാതെ ചിരിച്ചപ്പെന്ന് പറഞ്ഞ ഒരു മാസികയിൽ പുള്ളി 12 വർഷം സ്വന്തമായിട്ട് മാസിക നടത്തി. അതിൽ നിന്നുള്ള ഒത്തിരി കളക്ഷൻ ശിലാ മ്യൂസിയത്തിന് വേണ്ടി തന്നു. അദ്ദേഹത്തിൻ്റെ അസാധ്യമായിട്ടുള്ള വരയാണ് അദ്ദേഹത്തിൻ്റെ കുറച്ച് കാർട്ടൂണുകളായത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ വരുത്തുന്ന മനോരമയിൽ നമ്മൾ കാണുന്ന സുന്ദരന്മാരെ നമ്മൾ കണ്ടിട്ട് പറയും, ഇത്രയും സൗന്ദര്യമുള്ളവർ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ എന്ന്. അത്ര മനോഹരമായിട്ട് വരയ്ക്കുന്ന മോഹൻ മണിമല എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ കുറച്ച് കളക്ഷനാണ്. മനോരമയെ വരച്ച ഒറിജിനൽ പടങ്ങളാണ് അതിൻ്റെ കളക്ഷൻ. ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് കാർട്ടൂണിസ്റ്റിൽപ്പെട്ട ഒരാളാണ് ശങ്കർ സാറ്. ശങ്കർ സാറിൻ്റെ പടം കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി എല്ലാ കാർട്ടൂണിസ്റ്റുകളും. അപ്പോൾ ശങ്കർ സാറിൻ്റെ പടത്തിന് അതുപോലെ മൂല്യമുണ്ട്, അതുപോലെ തന്നെ പ്രാധാന്യമുണ്ട്. നെഹ്റുവിനെയാണ് ഏറ്റവും കൂടുതലും ശങ്കർ സാർ വരച്ചിരിക്കുന്നത്. കൂടാതെ കായംകുളത്ത് അദ്ദേഹത്തിൻ്റെ വലിയൊരു മ്യൂസിയം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു 3 പടങ്ങൾ നമ്മുടെ മ്യൂസിയത്തിലുണ്ട്. ഞാനിവിടെ ഈ പ്രദർശനത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ലോകത്ത് ആദ്യമായിട്ട് ഉപയോഗിച്ച പേപ്പറാണ് പാപ്പരീസ് ചെടിയുടെ ഇല. പാപ്പരീസ് ചെടിയുടെ ഇല കൊണ്ട് നിർമ്മിച്ച ഒരു പിക്ചറാണ് ഫെറോക്ക് രാജാവിൻ്റെ. ഈജിപ്തിലെ ഫെറോക്ക് രാജാവിൻ്റെ പടമാണ് ഈ വരച്ചിരിക്കുന്നത്. ഏറ്റവും റെയറായിട്ടുള്ളൊരു പടമാണ്. കൂടാതെ ഈ പേപ്പർ തന്നെ കിട്ടാൻ പാടാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ്. പണ്ട് കാലത്ത് തമ്പുരാട്ടിമാർ നാട് കാണാൻ ഇറങ്ങും. ഇതുപോലെ പല്ലക്കിലാണ് വരുന്നത്. ഈ പല്ലക്കിൽ വന്നിട്ട് ആ നാട്ടിലുള്ള ആൾക്കാർ കയ്യും കാലും തൊട്ട് വരുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. സ്വന്തം കയ്യും കാലും ഒരിക്കലും കൊടുക്കാറില്ല, കാരണം അയിത്തം ഉണ്ടായതുകൊണ്ട്. ഈ ദണ്ടില് ഒരു സൈഡ് കൈയും ഒരു സൈഡ് കാലുമാണ്. ഇത് രണ്ടും തിരിച്ചും മറിച്ചും കൊടുക്കും. ഈ ദണ്ടിന്റെ സെൻട്രൽ സൈഡിൽ തടിയാണ് പിടിച്ചു വെച്ചിരിക്കുന്നത്. തടി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെഗറ്റീവ് പോസിറ്റീവ് എനർജി കിട്ടാതിരിക്കാൻ വേണ്ടിയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അയിത്തത്തിനെ കുറിച്ച് വലിയൊരു സംഭവമായിട്ടുള്ള ഒരു വസ്തുവാണ്. ഇത് ഇന്ത്യയിലുള്ള ഒരു മ്യൂസിയത്തിലും ഇല്ല. അവർ മനഃപൂർവ്വം പ്രദർശിപ്പിക്കത്തില്ല. അതാണ് സാറേ, ഇത് കൈ ഇത് കാലുവാ. അപ്പൊ ഈ ഇതുപോലുള്ള പല്ലക്കിലാണ് വരുന്നത്. അപ്പൊ നമ്മൾ നിന്ന് തൊട്ട് തൊഴാൻ തുടങ്ങുന്ന സമയത്ത് അവരൊരിക്കലും സ്വന്തം കൈയും കാലും കൊടുക്കത്തില്ല. അന്ന് അയിത്തം ഉണ്ടായിരുന്നല്ലോ. ഇത് കൈ നീട്ടും, കൈ തൊട്ട് വീഴുന്ന കഴിയുമ്പോൾ തിരിക്കും, കാല് തൊട്ട്. പണ്ട് അതൊക്കെ ഒരു വലിയ ഇത് ഒരു വലിയ സംഭവമാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള ബൂമറാങ് എറിഞ്ഞിട്ട് തിരിച്ചു വരുക എന്നുള്ളതാണ്. പക്ഷെ മരത്തിന്റെ പീസ് കൊണ്ടും മൃഗത്തിന്റെ എല്ലുകൊണ്ടും മാത്രമായിരുന്നു പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മറ്റു രാജ്യങ്ങൾ. അത് കിളിയെ പിടിക്കാനും ഫ്രൂട്ട്സ് എറിഞ്ഞിടാനും മാത്രമാണ്. പക്ഷെ ലോകത്തിൽ ഇന്ത്യയിൽ ശിവഗംഗയെ മാത്രമാണ് ഇത് ആയുധമായിട്ട് ഉപയോഗിച്ചത്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത 1780 ബ്രിട്ടീഷുകാർ ശിവഗംഗയെ ആക്രമിച്ചപ്പോൾ ഇത് എറിഞ്ഞ് 750 പരം ആൾക്കാരെ കൊന്നൊടുക്കി. അത് അവിടുത്തെ മ്യൂസിയത്തിൽ ചരിത്രമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് വേറൊരു സ്ഥലത്തും ഇത് ഉപയോഗിച്ചിട്ടില്ല. കൂടുതൽ ബ്രിട്ടീഷുകാർ വന്ന് ശിവഗംഗയെ ആക്രമിച്ച് മൊത്തം ആൾക്കാരെയും കൊന്നൊടുക്കി. രണ്ടാമത് ഒരിടത്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. ഇത് അപൂർവങ്ങളായിട്ടുള്ള ഒരു ബൂമറാങ്ങാണ് ഇന്ത്യൻ വളരി എന്ന് പറയുന്നത്. ഒരു സൈഡ്, ഈ സൈഡ് ഹൈറ്റ് കൂടുതലും ഇതിൻ്റെ ഇങ്ങേ സൈഡിൽ ഹൈറ്റ് കുറവുമാണ്. അപ്പോൾ ഈ ഒരു ബോൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ
ഇത് ഹൈറ്റ് കുറഞ്ഞെടുത്തുനിന്ന് ഹൈറ്റ് ഉള്ളിടത്തോട്ട് പോകും. നിർമ്മാണ രീതി കൊണ്ട് ഉള്ള പ്രത്യേകത കൊണ്ട് മാത്രമാണ് ഇത് മേപ്പോട്ട് പോകുന്നത്, അത്ഭുതമല്ല. ഇതിൻ്റെ വെയിറ്റും ഹൈറ്റും ലെങ്തുമാണ് ഇതിൻ്റെ പ്രത്യേകത, അതുകൊണ്ട് മാത്രമാണ് മേപ്പോട്ട് പോകുന്നത്. സാധാരണ നമ്മുടെ കയ്യിൽ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ നോട്ട് നമ്മൾ ചിലവാക്കും, അതിൻ്റെ നമ്പരോ സീരിയൽ നമ്പരോ ഒന്നും ശ്രദ്ധിക്കാറില്ല. പക്ഷേ എൻ്റെ കയ്യിൽ നോട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എൻ്റെ നമ്പർ സീരിയൽ നമ്പറും എല്ലാം ശ്രദ്ധിക്കും. ഇതിനകത്ത് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 26/1/82, നോട്ട് 26/1/82. എൻ്റെ വൈഫിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 26/5/87, 26/5/87. എൻ്റെ കല്യാണം 22/3/2007, 22/3/2007. ഇതെൻ്റെ മൂത്ത മകളുടെ, എൻ്റെ ഇളയ മകളുടെ. ഇങ്ങനെ 3.5 വർഷം എടുത്ത് ഞാനിത് കളക്ട് ചെയ്യാൻ വേണ്ടി.